സഖാവ് EMSൻ്റെ മകൾ രാധയുടെ ഓർമ്മകളാണ്. അതിൻ്റെ ബാക്കി ഭാഗമാണ് വായിക്കുന്നത് കേട്ടോ. അരുതുകളുടെ ചട്ടങ്ങൾ. ഇല്ലത്തെ കാവുകളും ദൈവങ്ങളും നിഗൂഢമായ എന്തൊക്കെയോ ചിന്തകൾ എന്നിൽ ഉണർത്തിയ ദൃശ്യങ്ങളായിരുന്നു. 4 കെട്ടിനകത്തെ ശ്രീലകത്തും പൂമുഖത്തും കൂടാതെ 6ഓളം ക്ഷേത്രങ്ങൾ ഈ ഇല്ലത്തെ വലയം ചെയ്തു നിന്നിരുന്നു. ഇക്കൂട്ടത്തിൽ സ്ത്രീകൾക്കു മാത്രമായി പൂജ ചെയ്യാൻ ഒരു ശ്രീലകമുണ്ടായിരുന്നു എന്നത് എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യമാണ്. സ്ത്രീകൾ പൂജ ചെയ്യുന്നതിന് നിവേദിക്കുക എന്നാണ് പറയുക. ഇത്രയും ദൈവങ്ങളും കാവുകളുമുള്ള ഇല്ലത്ത് ഒരേ ഒരു ചടങ്ങിൽ മാത്രമാണ് ഞാൻ പങ്കുകൊണ്ടിട്ടുള്ളത്. കുംഭമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച നടത്തി വരാറുള്ള താലപ്പൊലിയിൽ അച്ഛൻ്റെ സഹോദരിയോടൊപ്പമാണ് ഞാനന്ന് താലപ്പൊലിയിൽ പങ്കെടുത്തത്. ഈ ഉത്സവത്തോടനുബന്ധിച്ച് കളംപാട്ട്, അയ്യപ്പൻ പാട്ട്, പാട്ടുഘോഷം, താലപ്പൊലി എന്നിവയൊക്കെ ഉണ്ടാകാറുണ്ട്. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷം നാട്ടുകാരും ബന്ധുജനങ്ങളും ഒത്തുകൂടാനുള്ള ഒരവസരം കൂടിയാണ്. നാട്ടുകാരുടെ വഴിപാടായി കളംപാട്ട് നടത്തുന്നുണ്ട്. രാത്രി പെട്രോമാക്സിൻ്റെ വെളിച്ചത്തിൽ ഇല്ലവും പറമ്പും സജീവമായിരിക്കും. കളംപാട്ടിൻ്റെ ഭാഗമായി നടക്കാറുള്ള വെളിച്ചപ്പാടിൻ്റെ തുള്ളൽ കണ്ടിരിക്കുന്നവർ നേരം വെളുക്കുന്നതറിയില്ല. ഇല്ലത്തോട് ചേർന്ന് തന്നെ മാളികയിൽ ഭഗവതിയുണ്ട്. ഇവിടെ നിത്യപൂജയില്ല, മാസത്തിൽ ഒരു ദിവസം മാത്രം, അതും വെള്ളിയാഴ്ച. തറവാട്ടിലെ കാരണവരാണ് പൂജ നിർവഹിച്ചു പോന്നിരുന്നത്. ഇപ്പോഴും ആ പതിവ് തുടരുന്നുണ്ട്. അങ്ങാടിപ്പുറത്ത് തിരുമാന്താംകുന്ന് ഭഗവതി കുടുംബപരദേവതയാണ്. പെൺകുട്ടികളുടെ വിവാഹ തടസ്സം നീങ്ങുന്നതിനുള്ള മംഗല്യ പൂജയ്ക്ക് പ്രസിദ്ധമാണ് ഈ ഭഗവതി ക്ഷേത്രം. ഇതുപോലെ പ്രസിദ്ധമാണ് പൊന്നാനിക്കടുത്തുള്ള ശുഗപുരം ക്ഷേത്രം. ബുദ്ധി ഉണ്ടാകാൻ ഇവിടുത്തെ ആരാധനാമൂർത്തിയായ ദക്ഷിണാമൂർത്തിയെയാണ് പൂജിച്ചു പോരുന്നത്. ഈ ദൈവങ്ങളുടെയും ഇവിടുത്തെ പിശാചുക്കളുടെയും ശക്തികളെക്കുറിച്ച് പറഞ്ഞുകൊടുത്ത് കാരണവന്മാർ അച്ഛനെ അരുതുകളുടെ അനേകം ചട്ടങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. വിശ്വാസങ്ങളുടെ വലിയ വലിയ ശ്രീകോവിലുകൾ ആ ഇളം മനസ്സിൽ കെട്ടിപ്പടുത്താൻ ശ്രമിച്ചിരുന്നു. വേദോപനിഷത്തുകളുടെ കർക്കശ പഠനത്തിലൂടെ വേദ പണ്ഡിതനാക്കാനും ശ്രമിച്ചു. പക്ഷേ അതെല്ലാം വെറുതെയായി. അച്ഛൻ അച്ഛൻ്റെ വഴിക്കും ദൈവങ്ങൾ ദൈവങ്ങളുടെ വഴിക്കും പോയി. ഇത്രയെല്ലാം ദൈവീക ബന്ധമുള്ള ഒരില്ലത്ത് ജനിച്ചു വളർന്ന ഒരാൾ ഭൗതികവാദത്തിൻ്റെ വക്താവും പ്രയോക്താവുമായി മാറിയെങ്കിൽ അത് വ്യക്തമായ പ്രായോഗിക ബുദ്ധിയുടെ പ്രതിഫലനങ്ങളാണെന്നേ പറയേണ്ടൂ. തലമുറകളായി കൈമാറിപ്പോന്നിരുന്ന ദേവപ്രേത പിശാചുക്കളുടെ കെട്ടുകഥകളടങ്ങുന്ന ഭാണ്ഡക്കെട്ട് ഞങ്ങളുടെ മേൽ ഇറക്കി വയ്ക്കരുതെന്ന് അച്ഛൻ തീരുമാനിച്ചിരിക്കണം. ഇപ്പോഴും എൻ്റെ വീട്ടിൽ സന്ധ്യാദീപം കൊളുത്തുന്നതടക്കം വിശ്വാസത്തിൻ്റെതായ ഒരു ചടങ്ങ് പോലുമില്ല. എന്നാൽ അമ്മയുടെ വിശ്വാസങ്ങളെ അട്ടിമറിക്കാൻ അച്ഛനോ ഞങ്ങളോ ശ്രമിച്ചിട്ടില്ല. രാഷ്ട്രീയത്തിലായാലും സ്വന്തം കുടുംബത്തിലായാലും മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേൽ കൈവയ്ക്കുന്നത് ശരിയല്ല എന്ന് അച്ഛൻ കരുതി പോന്നിരുന്നു. അമ്മ ശീലിച്ച ജീവിത ചിട്ടകൾ മരണം വരെയും തുടർന്നു പോന്നു. ഇടയ്ക്കിടെയുള്ള ക്ഷേത്ര ദർശനവും വഴിപാടുകളും അടക്കം അമ്മ പാരമ്പര്യത്തിൻ്റെതായ പാതയിലൂടെയാണ് സഞ്ചരിച്ചത്. ഏലംകുളം മനയിലെ ഓണവും വിഷുവുമൊക്കെ അന്നത്തെ ജന്മി കുടിയാൻ ബന്ധങ്ങളുടെ നേർക്കാഴ്ചകളായിരുന്നു. വിഷുദിനത്തിൽ നാനാതരം കണിക്കാഴ്ചകളുമായി കുടിയാന്മാർ ഇല്ലത്തെത്തും. അവരവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് കാഴ്ചവയ്ക്കും. ഇല്ലത്തു നിന്ന് കിട്ടുന്ന സമ്മാനങ്ങളുമായി അവർ മടങ്ങും. അച്ഛൻ കുട്ടിക്കാലത്ത് ഇത്തരം ചടങ്ങുകൾക്കെല്ലാം സാക്ഷിയായിട്ടുണ്ട്. പക്ഷേ കാഴ്ചകൾ സ്വീകരിക്കാനിരിക്കുന്ന ജമ്മിത്വത്തിൻ്റെ സുഖലോലുപതയിലേക്ക് അച്ഛൻ ആകർഷിക്കപ്പെട്ടില്ല. പകരം കാഴ്ചവെച്ചവൻ്റെ ജീവിതത്തിലേക്കാണ് ആ കണ്ണുകൾ പതിഞ്ഞത്. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ നിസ്സഹായതയെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് നീതിബോധത്തിൻ്റെ സമ്മർദ്ദങ്ങളായിരുന്നു. കേരളത്തിൻ്റെ നിരത്തുകളിലൂടെ ബസ്സുകൾ ഓടിത്തുടങ്ങിയ കാലത്ത് തന്നെ EMS ഏലംകുളം മന മോട്ടോർ സർവീസ് എന്ന പേരിൽ കുടുംബവക 2 ബസ് സർവീസുകൾ തുടങ്ങിയിരുന്നു. ഇരിങ്ങാലക്കുട കരുപ്പടന്ന റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ കയറി സമീപ പ്രദേശങ്ങൾ കാണാൻ പോവുക എന്നത് അച്ഛൻ്റെ പതിവായിരുന്നു അത്രേ. ആ യാത്രകളുടെ ദൈർഘ്യം കൂടുന്നത് കുടുംബവകയായി ഒരു കാർ വാങ്ങിയതോടെയാണ്. അന്ന് രക്ഷിതാവായിരുന്നത് അച്ഛൻ്റെ പേരശ്യമ്മയുടെ മകനായിരുന്നു. കാർ ഓടിക്കുന്നതും അദ്ദേഹമാണ്. അദ്ദേഹത്തിന് പല സ്ഥലത്തും സുഹൃത്ത് ബന്ധങ്ങളുണ്ടായിരുന്നു. ആ സൗഹൃദ ചങ്ങലയിൽ അങ്ങനെ അച്ഛനും കണ്ണിയായി. അതിനൊക്കെ അപ്പുറത്ത് ഈ കാർ യാത്രയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായി. ഇല്ലത്തിന് പുറത്തുള്ള ലോകത്തിൻ്റെ കിടപ്പ് കാഴ്ചകളിൽ പതിയുന്നത് ഈ അവസരങ്ങളിലാണ്.
വ്യത്യസ്ത പ്രദേശങ്ങളിൽ ജീവിക്കുന്ന, വിവിധ തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരെ കാണാനും പരിചയപ്പെടാനും ഈ യാത്രയിലൂടെ സാധിച്ചു. ആ മനുഷ്യരെല്ലാം തങ്ങളുടെ സമുദായത്തിലുള്ളവരെക്കാൾ പരിഷ്കൃതമായ ജീവിതമാണ് നയിക്കുന്നതെന്ന സത്യം അച്ഛനെ പുതിയൊരു ലോകത്തേക്ക്, ചിന്തയിലേക്ക് നയിച്ചു. നമ്പൂതിരി സമുദായത്തിലെ സാമൂഹ്യ ആചാരങ്ങൾ പൊളിച്ചെഴുതാനുള്ള കാലം അതിജീവിക്കുന്നു എന്ന ചിന്തയിലേക്ക്. മുത്തശ്ശിയമ്മയെക്കുറിച്ച് അവരെഴുതിയിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ഏലംകുളം മനയുടെ മുറ്റത്ത് അന്നും ഇന്നും ആനകളെ തളച്ചിരിക്കുന്നത് കാണാം. കുട്ടികളായ ഞങ്ങളുടെ ഏറ്റവും വലിയ കൗതുക കാഴ്ചയായിരുന്നു ചെവിയാട്ടി നിൽക്കുന്ന കൊമ്പന്മാർ. വല്യച്ഛൻ്റെ മക്കളും കുടുംബവുമാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. ഇന്നും ആ ഇല്ലത്തിൻ്റെ പൂമുഖത്ത് കാലുകുത്തുമ്പോൾ ചരിത്ര സ്മൃതികളുടെ അവ്യക്തമായ ആരവം ഒരു നിമിഷം മനസ്സിലേക്ക് ആഞ്ഞടിക്കാറുണ്ട്. കേരള ചരിത്രത്തിൻ്റെ ദിശ തിരിച്ചുവിട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനെ ഗർഭപാത്രത്തിൽ പേറിയ മുത്തശ്ശിയമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നെ പലതും ചിന്തിക്കാൻ പ്രേരിപ്പിക്കാറുണ്ട്. അസാധാരണമായ ആ സ്ത്രീയുടെ ശക്തമായ വാക്കുകൾ ഏലംകുളം മനയുടെ ഇടനാഴിയിൽ ഇന്നും പ്രതിധ്വനിക്കുന്നത് പോലെ തോന്നും. വിഷ്ണുദത്ത എന്നായിരുന്നു മുത്തശ്ശിയമ്മയുടെ പേര്. മഹതിയായ അമ്മയെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയില്ല. അച്ഛൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ അവർ മരിച്ചുപോയിരുന്നു. അസാധാരണമായ ഒരു ഇഴയെടുപ്പമായിരുന്നു എൻ്റെ അച്ഛനും മുത്തശ്ശിയമ്മയും തമ്മിൽ. മകനെ ബഹുമാനിക്കുന്ന അമ്മ, അമ്മയെ ബഹുമാനിക്കുന്ന മകൻ. ആ അമ്മയുടെ മകനായി ജനിച്ചില്ലായിരുന്നുവെങ്കിൽ EMS എന്ന വ്യക്തി ഉണ്ടാകുമായിരുന്നില്ലെന്ന് അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതും എഴുതിയിട്ടുള്ളതുമാണ്. അച്ഛൻ്റെ ബൗദ്ധിക മണ്ഡലം വികസിപ്പിക്കുന്നതിൽ മുത്തശ്ശിയമ്മ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. മുത്തശ്ശിയമ്മ അച്ഛൻ്റെ ഭാവിയെക്കുറിച്ച് ഇത്രയേറെ ജാഗ്രത ആകാൻ പല കാരണങ്ങളുണ്ടായിരുന്നു. മുത്തശ്ശൻ നേരത്തെ മരിച്ചുപോയതാണ് അതിലൊന്ന്. ആ കുറവ് മകന് തോന്നാൻ പാടില്ലെന്ന് കരുതി അവർ പരമാവധി ശ്രദ്ധിച്ചു. മുത്തശ്ശിയമ്മയുടെ ആദ്യത്തെ 2 പ്രസവങ്ങളിലെയും കുട്ടികൾ ശൈശവദശയിൽ തന്നെ മരിച്ചുപോയിരുന്നു. മൂന്നാമത്തെ കുട്ടിക്കാണെങ്കിൽ ബുദ്ധിവികാസം കുറവും. ആ സ്ഥിതിക്ക് 4ാമത്തെ കുട്ടിയെക്കുറിച്ച് കൂടുതൽ ആശങ്കയുണ്ടായത് സ്വാഭാവികമാണ്. ഈ കുട്ടിയെ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തിക്കാൻ ബോധപൂർവമായ പല നടപടികളും അവർ സ്വീകരിച്ചു. അതിലൊന്നാണ് അന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഉയർന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ തീരുമാനിച്ചത്. കുട്ടിയുടെ ആയുസ്സിനു വേണ്ടി മുടങ്ങാതെ ശിവക്ഷേത്ര ദർശനം നടത്തിയിരുന്നു. 12 വയസ്സ് വരെ അച്ഛൻ മുടങ്ങാതെ ക്ഷേത്ര ദർശനം നടത്തിയിരുന്നുവെന്നത് ഇന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ആ കാലത്ത് അമ്മ വീടാണ് അമ്മാത്തെന്ന് പറയുന്നത്, അമ്മാത്തേക്ക് പോലും പോകാറില്ലായിരുന്നു അത്രേ. ഒല്ലൂരിനടുത്തുള്ള എടക്കുന്നിലാണ് മുത്തശ്ശിയമ്മയുടെ ഇല്ലം. 12 വയസ്സിനിടയിൽ ഒരേ ഒരു തവണയാണ് ഇവിടെ പോയിട്ടുള്ളതെന്നും അതായിരുന്നു തൻ്റെ ആദ്യത്തെ തീവണ്ടി യാത്രയെന്നും അച്ഛൻ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. ആയുസ്സിനെന്ന പോലെ ബുദ്ധിക്ക് വേണ്ടിയും മുത്തശ്ശിയമ്മ ചില പൊടിക്കൈകൾ പ്രയോഗിച്ചു. ബുദ്ധി കൂടാനായി ദിവസേന വയമ്പ് കഴിക്കാൻ കൊടുക്കും. ബൗദ്ധിക വികാസത്തിനായി തൻ്റെ അറിവിലുള്ള എല്ലാ കാര്യങ്ങളും മകനിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരുന്നു. എഴുത്തച്ഛൻ്റെ രാമായണവും മഹാഭാരതവും ഭാഗവതവും ഒക്കെ പാരായണം ചെയ്യാൻ അവർ പ്രാവീണ്യം നേടിയിരുന്നു. ഇത് ദിവസവും വളരെ കൃത്യമായി നിർവഹിച്ചു പോന്നു. വെറുതെ ഇരിക്കുമ്പോഴും അടുക്കള ജോലിക്കിടയിലുമൊക്കെ കീർത്തനങ്ങൾ ഉറക്കെ ചൊല്ലുന്നതും മകൻ കേട്ടുപഠിക്കട്ടെ എന്നുദ്ദേശത്തിലായിരിക്കാം. വിജ്ഞാനത്തിൻ്റെ ഏതു വിഷയവും സ്വായത്തമാക്കാൻ മിടുക്കനായിരുന്ന മകൻ ഒപ്പം നടന്ന് അതെല്ലാം പഠിച്ചെടുക്കുകയും ചെയ്തു. രാത്രി ഉറക്കാൻ കിടത്തുമ്പോഴും വിജ്ഞാനദാനം ചെയ്യാൻ അമ്മ മറക്കാറില്ല. മകനെ സംസ്കൃതവും ഋഗ്വേദവും ഒക്കെ പഠിപ്പിച്ച് ഒരു വലിയ പണ്ഡിതനാക്കി ഉയർത്തിക്കൊണ്ടുവരാനായിരുന്നു അവർ ആഗ്രഹിച്ചതെങ്കിലും മകൻ മറ്റൊരു വഴിക്ക് തിരിഞ്ഞപ്പോൾ അവർ അതിന് തടസ്സം നിന്നില്ല. 10ാം വയസ്സിൽ രൂപപ്പെട്ടു തുടങ്ങിയ വ്യക്തിത്വം യോഗക്ഷേമ സഭയുടെയും കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് പ്രതിഫലിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് അതിലൊന്നും അസ്വാഭാവിക തോന്നിയിരുന്നില്ലെന്ന് അച്ഛൻ ആത്മകഥാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമ്മയുടെ സഹോദരനും അമ്മയ്ക്ക് വേണ്ടപ്പെട്ട മറ്റു ചിലരും ഈ പ്രസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നതാണ് അതിന് കാരണമെന്നും അച്ഛൻ എഴുതിയിട്ടുണ്ട്. എന്നാൽ അച്ഛൻ ഈ പ്രസ്ഥാനങ്ങളിലൂടെ ഇടതുപക്ഷത്തേക്ക് തിരിഞ്ഞത് മുത്തശ്ശിയമ്മയെ അസ്വസ്ഥമാക്കി. പക്ഷേ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെതുമായ ചില വിട്ടുവീഴ്ചകളുടെ പേരിൽ ആ ബന്ധം ശക്തമായി തന്നെ മുന്നോട്ടൊഴുകി. 1932 കോഴിക്കോട്ട് വെച്ച് നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ മകനെ പിന്തിരിപ്പിക്കാൻ വളരെയേറെ ശ്രമിച്ചെങ്കിലും അതൊരു ഉറച്ച തീരുമാനമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അവർ പൊരുത്തപ്പെടുകയാണ് ഉണ്ടായത്. മകൻ്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കാൻ ആ അമ്മ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. മുത്തശ്ശിയമ്മ വളരെ കുറച്ചു മാത്രമേ സംസാരിക്കാറുള്ളൂ എന്നാണ് കേട്ടിട്ടുള്ളത്.
ആദ്യത്തെ ജയിൽ ജീവിതത്തിൽ നിന്ന് മോചിതനായി വീട്ടിലെത്തിയപ്പോൾ മൗനത്തിന്റെ ഭാഷയിലാണത്രേ സമ്മതിച്ചത്. എന്തെല്ലാമോ ചോദിക്കാനുണ്ടായിരുന്നിട്ടും ഒന്നും മിണ്ടാതെ കുറേ നേരം നിന്നു. ഒടുവിൽ ചോദിച്ചത് ഒരു വാക്കു മാത്രം: ഇനി എന്നെ വിട്ടിട്ട് പോകുമോ? ആ ചോദ്യം മനസ്സിലുണ്ടാക്കിയ സംഘർഷത്തെക്കുറിച്ച് അച്ഛൻ ആത്മകഥയിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. മാതൃസ്നേഹവും നീതിബോധവും തമ്മിലുള്ള ഒരേറ്റുമുട്ടൽ തന്നെ നടന്നു. ഒടുവിൽ രണ്ടിനും പരിഹാരം കണ്ടെത്താൻ അച്ഛന് കഴിയുകയും ചെയ്തു. അച്ഛൻ്റെ അടുത്ത ജയിൽവാസക്കാലത്ത് മുത്തശ്ശിയമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല. 1936 മുത്തശ്ശിയമ്മ മരിച്ചപ്പോഴാണ് അച്ഛൻ ഏറ്റവും അധികം വേദനിപ്പിച്ച സംഭവമുണ്ടായത്. ജയിലിൽ പോയതിൻ്റെ പേരിൽ അച്ഛന് ഭ്രഷ്ട് കൽപ്പിച്ചിരുന്ന സമയമായിരുന്നു. അച്ഛൻ പങ്കെടുത്താൽ ശേഷക്രിയയിൽ താൻ ഉണ്ടാവില്ലെന്ന് തറവാട്ടിലെ മൂത്ത ജ്യേഷ്ഠൻ വാശി പിടിച്ചപ്പോൾ മാറി നിൽക്കുകയല്ലാതെ മറ്റു വഴിയില്ലായിരുന്നു. മനസ്സിൽ വിപ്ലവം കൊണ്ടു നടന്ന ഒരു സ്ത്രീയായിരുന്നു മുത്തശ്ശിയമ്മ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ അഭിപ്രായത്തിന് ആക്കം കൂട്ടുന്ന സംഭവങ്ങളിലൊന്ന് ഭാഗം വെക്കൽ നടന്നപ്പോഴുണ്ടായ ഒരു നടപടിയാണ്. അന്ന് നാട്ടുനടപ്പനുസരിച്ച് പെൺകുട്ടികൾക്ക് കുടുംബസ്വത്തിൽ അവകാശമില്ല. എന്നാൽ ഭാഗം വയ്ക്കൽ സമയത്ത് മുത്തശ്ശിയമ്മ മാമൂൽ തെറ്റിച്ചു. തൻ്റെ വിഹിതം എല്ലാ പെൺകുട്ടികൾക്കും തുല്യമായി വീതിച്ചു കൊടുത്തു. ഇതിൽ അച്ഛൻ്റെ ഉപദേശമുണ്ടായിരിക്കാമെന്ന് ഞാൻ ഊഹിക്കുന്നു. നമ്പൂതിരി സ്ത്രീകളുടെ യാതനകൾക്ക് അറുതി വരുത്താൻ യോഗക്ഷേമ സഭയിലൂടെയും നാടക പ്രസ്ഥാനങ്ങളിലൂടെയും നടത്തിയ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്ന അച്ഛൻ അങ്ങനെ ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. മറ്റൊരിക്കൽ മുത്തശ്ശിയമ്മ ശക്തമായ ഒരു നിലപാടെടുത്തത് അച്ഛനെ ഭ്രഷ്ടിൽ നിന്ന് രക്ഷിക്കുന്നതിനു വേണ്ടിയായിരുന്നു. ജയിലിൽ നിന്ന് വന്നാൽ ഇല്ലത്തെ പ്രവേശിപ്പിക്കാൻ പാടില്ലെന്ന തീരുമാനത്തിലായിരുന്നു ബന്ധുക്കൾ. മുത്തശ്ശിയമ്മ അപ്പോൾ ആർക്കും നിഷേധിക്കാനാവാത്ത വിധം ഒരു വഴി കണ്ടെത്തി. ഗോദാനം നടത്തി പാപനാശം വരുത്തുക. അതും നാട്ടുനടപ്പില്ലാത്ത കാര്യമായിരുന്നു. മകനെ രക്ഷിക്കാൻ സ്വന്തം ബുദ്ധിയിൽ ഉദിച്ച ആശയം അവർ ധീരമായി നടപ്പിലാക്കി. അതിനൊക്കെ മുമ്പേ അച്ഛൻ്റെ സ്കൂൾ പ്രവേശന സമയത്ത് സമുദായ എതിർപ്പിനെ മറികടക്കാൻ മുത്തശ്ശിയമ്മ ഒരു വിദ്യ കണ്ടെത്തി. നമ്പൂതിരി സമുദായത്തിൽ അലയടിക്കാൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിലെ ഒരു പ്രധാന ഇനമായിരുന്നു ആൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി. ആൺകുട്ടികൾക്കന്ന് 5-ാം വയസ്സിൽ തുടങ്ങുന്ന സംസ്കൃത പഠനവും വേദപഠനവും അല്ലാതെ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പാഠങ്ങൾ അഭ്യസിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. പെൺകുട്ടികളാണെങ്കിൽ ഇതുപോലും സ്വപ്നം കാണാൻ നിവൃത്തിയില്ല. ഏതായാലും പുതിയ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി വീട്ടിൽ വച്ചാണെങ്കിലും ഒരധ്യാപകൻ്റെ കീഴിൽ ഇംഗ്ലീഷും കണക്കും പഠിക്കാനുള്ള ഭാഗ്യം അന്ന് അച്ഛന് ലഭിച്ചു. പക്ഷേ മറ്റു സമുദായത്തിലെ കുട്ടികളോടൊപ്പം അച്ഛനും സ്കൂളിൽ പോകാൻ മോഹമുണ്ടായി. യാഥാസ്ഥിതികതയുടെ വിലക്കുകൾ മറികടക്കാൻ അമ്മ പറഞ്ഞുകൊടുത്ത സൂത്രം വേദാധ്യാപകന്റെ അനുവാദം വാങ്ങിക്കുക എന്നതായിരുന്നു. ആദരണീയനായ ഒരു വ്യക്തിയുടെ സമ്മതത്തോടെയാകുമ്പോൾ എതിർപ്പിന് ശക്തി കുറയുമെന്ന് അമ്മ മനസ്സിലാക്കിയിരിക്കണം. ആ തീരുമാനം ഫലം കാണുകയും ചെയ്തു. അച്ഛൻ്റെ ബൗദ്ധിക ലോകം വികസിപ്പിക്കാൻ ലഭിച്ച അവസരം എന്ന നിലയ്ക്ക് അന്നത്തെ നിലയിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു വലിയ സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് EMSൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആര്യ അന്തർജനത്തിൻ്റെയും ഫോട്ടോ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. EMS എന്ന വ്യക്തിയുടെ ബൗദ്ധിക വളർച്ചയെ സ്വാധീനിച്ച ഏറ്റവും വലിയ ഘടകം പരന്ന വായനയായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. കുട്ടിക്കാലത്ത് പരിചയിച്ച ഈ വായനാശീലത്തെക്കുറിച്ച് മലയാളിക്ക് ഞാൻ പറയാതെ തന്നെ നന്നായി അറിയാം. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് മുത്തശ്ശിയമ്മയ്ക്കുള്ളതാണ്. ജീവിതത്തിലെ അനിവാര്യതയായി വായനയെ കണ്ട അച്ഛൻ മരിക്കുന്നതിന് ഏതാനും മണിക്കൂർ മുമ്പ് വരെയും അത് തുടർന്നു. ഞങ്ങൾക്ക് മുമ്പിലും വായനയുടെ ഒരു ലോകം തുറന്നിടാൻ അച്ഛൻ ശ്രദ്ധിച്ചിരുന്നു. പുസ്തകങ്ങൾ അടുക്കി വെച്ച അലമാരകൾ ഓർമ്മ വെച്ച കാലം മുതൽ ഞങ്ങളുടെ സഹചാരികളായിരുന്നു. അച്ഛൻ്റെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അടിക്കടി വീട് മാറുന്നത് ഒരു പതിവായിരുന്നല്ലോ. പുതിയ താമസ സ്ഥലത്ത് ഞങ്ങളെത്തും മുമ്പേ പുസ്തകങ്ങളാണ് എത്താറ്. വായിക്കേണ്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് അച്ഛൻ നിർദ്ദേശിക്കാറുണ്ടായിരുന്നു. അച്ഛൻ്റെ പുസ്തക അലമാരയിൽ ഞങ്ങൾ വളരെ സൂക്ഷിച്ചേ കൈവെക്കും. എടുത്ത പുസ്തകം തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ വെച്ചിരിക്കണമെന്നാണ് നിഷ്കർഷ. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധയില്ലാത്ത അച്ഛൻ പുസ്തകങ്ങളുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധ കാണിക്കുമ്പോൾ അതിലെ ഗൗരവം എത്രയെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാമായിരുന്നു. അച്ഛനെ പോലെ തന്നെ ബാല്യത്തിലെയുള്ള വായനാശീലം അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അമ്മയുടെ വായനാശീലം വളർത്തിയത് ഏട്ടന്മാരാണ്. കോട്ടയം ആസ്ഥാനമായുള്ള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിലെ അംഗങ്ങളായിരുന്നു അമ്മയുടെ 2 ഏട്ടന്മാർ. നമ്പൂതിരി പെൺകുട്ടികൾക്ക് വീട്ടിന് പുറത്ത് മറ്റൊരു ലോകമില്ലായിരുന്ന ഒരു കാലം. പുസ്തകങ്ങൾ മാത്രമാണ് സതീർത്ഥ്യർ. ആർത്തിയോടെയാണ് അവരത് വായിച്ചു തീർക്കുക. പെൺകുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്ന സമ്പ്രദായമില്ലാത്തതിനാൽ അമ്മയെ വീട്ടിലിരുത്തിയാണ് പഠിപ്പിച്ചത്. കവി ഒളപ്പമണ്ണ അമ്മയുടെ അമ്മാമനായിരുന്നു. അതുകൊണ്ട് തന്നെ കവിതയോടായിരുന്നു അമ്മയ്ക്ക് ആഭിമുഖ്യം.
എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ ഇവരുടെ കവിതകൾ അമ്മ കാണാതെ ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട്. അമ്മ നന്നായി പാടുകയും ചെയ്യുമായിരുന്നു. പി ഭാസ്കരൻ്റെയൊക്കെ കവിതകൾ ഈണത്തിൽ ചൊല്ലുന്നത് കേട്ടാൽ അമ്മയുടെ ഉള്ളിൽ എത്രമാത്രം സംഗീതവാസനയുണ്ടായിരുന്നുവെന്ന് മനസ്സിലാവും. പാരമ്പര്യമായി സംഗീതം അറിയുന്നവർ അമ്മയുടെ കുടുംബത്തിൽ പലരും ഉണ്ടായിരുന്നു. എന്നെ സംഗീതം പഠിപ്പിക്കാൻ അയച്ചത് അമ്മയുടെ താല്പര്യം കൊണ്ടാണ്. 8 വർഷത്തോളം സംഗീതം പഠിപ്പിച്ചു. അമ്മയെ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ അച്ഛൻ മരിച്ചു പോയതിനാൽ ജ്യേഷ്ഠന്മാർ വാത്സല്യങ്ങൾ ധാരാളം കൊടുത്താണ് അമ്മയെ വളർത്തിയത്. അവരുടെ കുഞ്ഞനുജത്തിയായിരുന്നു അമ്മ. അവർ ധാരാളം പുസ്തകങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുത്തു. അങ്ങനെ അറിവിൻ്റെ പാഠശാലയും അധ്യാപകനും അമ്മയ്ക്ക് പുസ്തകങ്ങളായിരുന്നു. വിവാഹത്തിന് മുൻപുണ്ടായിരുന്ന വായനാശീലം കുടുംബജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും തുടർന്നു പോന്നു. പാചകത്തിലും ഗൃഹഭരണത്തിലും അത്ര ഉത്സാഹമൊന്നും അമ്മ കാണിച്ചിരുന്നില്ല. കൂടുതൽ സമയം പത്രമാസികകളും പുസ്തകങ്ങളുമായി എവിടെയെങ്കിലും ഇരിക്കുന്നതാണ് കാണാറ്. കവിതകൾ മാത്രമല്ല, നോവലുകളും ചെറുകഥകളും ഒക്കെ വായിച്ചിരുന്നു. കവിതകൾ വെറുതെ വായിച്ചു തള്ളുകയല്ല, അവ കാണാതെ പഠിക്കുകയും ചൊല്ലിക്കേൾപ്പിക്കുകയും ചെയ്യും. ഞങ്ങൾ 4 പേരിൽ അനിയേട്ടനും ഞാനുമാണ് വായനയിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെട്ടത്. വീട്ടിൽ പുസ്തകങ്ങൾക്ക് മാത്രം ഒരിക്കലും പഞ്ഞമുണ്ടായിരുന്നില്ല. തൃശ്ശൂർ കറണ്ട് ബുക്സിൽ നിന്ന് റോയൽറ്റി വകയിൽ കിട്ടിയിരുന്ന സംഖ്യയ്ക്ക് അവിടെ നിന്ന് തന്നെ പുസ്തകങ്ങൾ വാങ്ങുകയാണ് പതിവ്. അച്ഛൻ യാത്രക്കിടയിൽ വാങ്ങിക്കൂട്ടുന്നതും ആരെങ്കിലും സമ്മാനിക്കുന്നതുമായി ധാരാളം പുസ്തകങ്ങൾ വേറെയും കിട്ടും. അച്ഛൻ എഴുതിയ എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. EMS ഇതൊക്കെ എപ്പോൾ എഴുതി തീർത്തു എന്ന് പലരും അത്ഭുതത്തോടു കൂടി എന്നോട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം സ്വാഭാവികമായി തോന്നിയിട്ടുള്ളൂ. കാരണം ഉണ്ണുക, ഉറങ്ങുക എന്നൊക്കെ പോലെ എഴുത്ത് അച്ഛൻ്റെ ജീവിതത്തിൽ അനിവാര്യ കൃത്യമായിരുന്നുവല്ലോ. അച്ഛൻ വീട്ടിലുള്ളപ്പോൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് വായിക്കാനും എഴുതാനുമായിരുന്നു. പാർട്ടി പരിപാടികൾക്ക് പോകാത്ത ദിവസങ്ങളിൽ മിക്കവാറും സമയം പുസ്തകങ്ങളോടൊപ്പമായിരിക്കും. പുലർച്ചയ്ക്ക് 4:30 ഉണർന്നാൽ പിന്നെ രാത്രി 10 മണിക്ക് ഉറങ്ങും വരെ അച്ഛൻ്റെ മണിക്കൂറുകൾ സജീവമാണ്. പ്രമുഖ പത്രങ്ങളെല്ലാം വീട്ടിലെത്തിയിരുന്നു. ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ ടൈംസ്, ഇന്ത്യൻ എക്സ്പ്രസ് എന്നിവയടക്കം എല്ലാ മലയാള പത്രങ്ങളും കൂടി വായിച്ച് നിർത്തുന്നത് 8 മണിക്ക്. പ്രാതൽ തയ്യാറായെന്ന് പറയുമ്പോഴാണ്. ഉച്ചയ്ക്ക് 15 മിനിറ്റത്തെ ഉറക്കമാണ് ആകെയുള്ള വിശ്രമവേള. ലോകത്തിൻ്റെ സ്പന്ദനങ്ങളിലേക്ക് സദാ തുറന്നു വെച്ച 2 കണ്ണുകളാണവ, ഉറങ്ങുന്ന സമയമൊഴികെ. കേരളം അന്ന് എങ്ങനെ ചിന്തിക്കണം എന്നതായിരുന്നു ആ എഴുത്തിലൊക്കെ അന്തർലീനമായിരുന്നത്. പുസ്തകങ്ങൾക്ക് പുറമെ പത്രങ്ങളിലും ആനുകാലികങ്ങളിലും വന്ന അച്ഛൻ്റെ ലേഖനങ്ങളിലൊന്നുപോലും എൻ്റെ വായനയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവില്ല. ചിന്താ പബ്ലിഷേഴ്സ് വോള്യങ്ങളായി പ്രസിദ്ധീകരിച്ചു വരുന്ന EMS സമ്പൂർണ്ണ കൃതികൾ ഇപ്പോൾ 100ാം സഞ്ചിക പൂർത്തിയാക്കി. പുസ്തക പ്രസാധന രംഗത്ത് ഇതൊരു വലിയ സംഭവമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വോള്യങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ലെനിൻ്റെ കളക്റ്റഡ് വർക്ക്സ് ആണ്, 64 വോള്യങ്ങൾ. അച്ഛൻ അതെല്ലാം വായിക്കുകയും ഹൃദ്യസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. EMS സമ്പൂർണ്ണ കൃതികൾ ഞാൻ വായിച്ചു കഴിഞ്ഞു. വായനയിലൂടെ പഠിക്കുക കൂടി ചെയ്യുന്നതാണ് എൻ്റെ രീതി. അതുകൊണ്ട് തന്നെ ചില പുസ്തകങ്ങൾ വീണ്ടും വീണ്ടും വായിക്കും. മുൻപത്തെ പോലുള്ള വായന ഇപ്പോൾ നടക്കുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം രാത്രി ഉറക്കമൊഴിക്കുന്നത് കുറച്ചിരിക്കുകയാണ്. എങ്കിലും മലയാളത്തിലെ ഏറെക്കുറെ ക്ലാസിക് കൃതികളെല്ലാം ഇക്കാലത്തിനുള്ളിൽ ഞാൻ വായിച്ചു തീർത്തിട്ടുണ്ട്. ഇതര ഭാഷകളിലെ ക്ലാസിക്കുകളും കുറേയൊക്കെ വായിച്ചു. വായനയുടെ ലോകത്തേക്ക് ഒരു തലമുറയെ കൈപിടിച്ചുയർത്തിയ മുത്തശ്ശിയമ്മയ്ക്ക് നന്ദി. ഇതാണ് 1ാമത്തെ ഭാഗം.